ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പൊട്ടറ്റോ വട. അതായത് ഉരുളക്കിഴങ്ങ് കൊണ്ട് നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കിയില്ലേ, അതുപോലെ തന്നെ വട ഉണ്ടാക്കിയതാണ്. 2 ഉരുളക്കിഴങ്ങും ഒരു മീഡിയം സൈസിലുള്ള സവോള എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ 2 ഉരുളക്കിഴങ്ങും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പിഴിഞ്ഞെടുക്കണം, കാരണം അതിൻ്റെ അകത്ത് കുറേ വെള്ളമുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഗ്രേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർക്കാം. വളരെ കനം കുറച്ച് വേണം സവാള അരിഞ്ഞെടുക്കാൻ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർക്കാം. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് അതുകൂടി ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ കൂടി ചേർക്കാം. കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദ ചേർത്താലും മതി. നമ്മൾക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്യണം. നമുക്കിതൊന്ന് കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം. നമുക്കിങ്ങനെ ഉരുട്ടാൻ പറ്റണം ശരിക്കും. ഇതുണ്ട് ഇതുപോലെ. ഒട്ടും വിട്ടുപോകരുത് അത്. അപ്പം പാകത്തിന് വെള്ളമായി ഉണ്ടായിരിക്കണം. അതിനനുസരിച്ചുള്ളൂ നമ്മൾ പൊടി ചേർക്കാവുള്ളൂ. എന്നിട്ട് അതൊന്ന് പതുക്കെ പരത്തുക. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് വറുത്ത് കോരിയെടുക്കുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം ഓരോന്ന് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കണം. ഒരു വശം മൂത്തത് നമുക്ക് മറിച്ചിടാം. രണ്ട് വശം മൂത്തിട്ടുണ്ട്. കോരിയെടുക്കാം. ലൈറ്റിൻ്റെയാണ് നമുക്ക് കണ്ടെന്ന അത് മൂത്തില്ലെന്ന് തോന്നും, പക്ഷെ നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ പൊട്ടറ്റോ വടയെല്ലാം വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയാണ്, നഖം നല്ല സോഫ്റ്റും ആയിരിക്കും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ളൊരു വടയാണ്. കണ്ടോ, നല്ല ടേസ്റ്റിയാണ്. വൈകുന്നേരമൊക്കെ ചായയുടെ കൂടെ നമുക്ക് കഴിക്കാൻ നല്ലതാണ്.